നിലമ്പൂരിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയ എം.വി. ഗോവിന്ദൻ. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥി തോറ്റത് ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതുകൊണ്ട്. പരാമർശം ദേശാഭിമാനിയിലെ ലേഖനത്തിൽ. VV പ്രകാശിന്റെ മകളുടെ FB പോസ്റ്റ് ഷൗക്കത്തിനെതിരായ ഒളിയം ബന്ധം CPM സംസ്ഥാന സെക്രട്ടറി. മറുപടി പറയാനില്ലെന്ന് ഷൗക്കത്ത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ദിവസമായി കനത്ത മഴയിൽ ഇടുക്കിയിൽ അസാധാരണ സാഹചര്യം. ലഭിച്ചത് 620% മഴ. വട്ടവടയിൽ മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു. നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. ഡാമുകളിൽ ജലനിരപ്പ് കൂടുന്നു. ഇന്ന് 4 ജില്ലകളിലും നാളെ 6 ജില്ലകളിലും റെഡ് അലർട്ട്. നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. മലപ്പുറം കൂരിയാട് വീണ്ടും ദേശീയപാത ഇടിഞ്ഞു. ദേശീയപാതയുടെ പാർശ്വഭിത്തി തകർന്ന് സർവീസ് റോഡിലേക്ക് പതിച്ചു. വീണ്ടും മണ്ണിടിഞ്ഞത് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞതിന്റെ തൊട്ടടുത്ത്. ദേശീയപാതയിലെ തകർച്ച പഠിക്കാൻ പുതിയ സമിതിയെ നിയോഗിച്ചു കേന്ദ്രം. പാലക്കാട് മണ്ണാക്കാട് ബസ് കയറി യുവതിക്ക് ദാരുണാന്ത്യം. ഡോറിൽ തട്ടിവീണ യുവതിയുടെ മുകളിലൂടെ ബസ് കയറിയിറങ്ങി. മരിച്ചത് മണ്ണൂർ സ്വദേശി പ്രസന്നകുമാരി. മുങ്ങിയ കപ്പലിലെ കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു. തിരുവനന്തപുരം പെരുമാതുറ തീരം പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ പരന്ന നിലയിൽ. വലിയ തുറയിൽ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളും തിരിച്ചറിയാനാവാത്ത വസ്തുക്കളും. തീരവാസികൾ വലിയ ആശങ്കയിൽ. കന്യാകുമാരി തീരത്ത് കുളച്ചിലും കണ്ടെയ്നർ അടിഞ്ഞു. മാനേജറെ തല്ലിയെന്ന ഉണ്ണി മുകുന്ദനെതിരായ പരാതി ചർച്ച ചെയ്യാൻ സിനിമാ സംഘടനകൾ. തിങ്കളാഴ്ച അമ്മ ഓഫീസിലെത്തണമെന്ന് നിർദ്ദേശം. പരാതിക്കാരൻ ബിബിനെയും വിളിപ്പിച്ച് താരസംഘടനയും ഫെഫ്കയും.